ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എങ്ങോട്ടാണല്ലോ? ഇന്ന് നാളെ പഠിപ്പിച്ച ടീച്ചറിന്റെ കല്യാണമാണ്. കോട്ടയത്ത് പുതുപ്പള്ളി വെച്ചിട്ടാണ് കല്യാണം. അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ചങ്ങനാശ്ശേരി കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിന് കയറിയേ. പ്രൈവറ്റ് ബസ്സിൽ പുതുപ്പള്ളിയിൽ ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ ഇറങ്ങിയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മാരകത്തിന്റെ അവിടെ ആയിരുന്നു. അത് കണ്ട് നമ്മൾ പള്ളിക്കകത്തോട്ട് കയറിയേ. എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പോയത്. പുതുപ്പള്ളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരാളുടെ മുഖമായിരിക്കും. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മുഖം. ഇത്രയും ജനഹൃദയങ്ങൾ കീഴടക്കാൻ സാധിച്ച ഒരു മഹത് വ്യക്തി. സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ കല്ലറ കാണണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിക്കാൻ, ഇങ്ങനെ ഒരു ചടങ്ങിലൂടെ സാധിക്കാൻ പറ്റിയത് വളരെയധികം ആഗ്രഹമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ജൂനിയേഴ്സ് പിള്ളേരൊക്കെ എടുത്തു വരുന്നേ. പെട്ടെന്നായിരുന്നേ പ്രകൃതിയുടെ മാറ്റം. എന്ത് മഴയായിരുന്നു! സത്യത്തില് ആ പള്ളിയുടെ മേളിൽ താഴേക്ക് നോക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു അറിയാവോ? അതൊന്നും ഈ ക്യാമറയിൽ കിട്ടത്തില്ല. നേരിട്ട് കണ്ടവർക്കൊക്കെ മാത്രമേ ആ ഒരു മനോഹാരിത മനസ്സിലാകത്തുള്ളൂ. പിന്നെ മഴയൊക്കെ തോർന്നപ്പം ഞങ്ങൾ പതിയെ പള്ളിയുടെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ കണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ അകത്തേക്ക് പോയേ. അങ്ങനെ കുറെ നടത്തത്തിനൊടുവിൽ നമ്മൾ പിന്നെ അകത്തേക്ക് കയറി വന്നു. ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് വന്നേ. ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ഡെക്കറേഷനൊക്കെ പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മള് ആഹാരമാണല്ലോ എല്ലായിടത്തും മെയിൻ. അപ്പൊ അവിടെ നമ്മളും കയറിയിരുന്നു. നമ്മള് ജൂനിയർ പിള്ളേരും നമ്മളെല്ലാവരും കൂടെ കയറി അവിടെ ഇരുന്ന്. കാരണം പെണ്ണും ചെറുക്കനും ഇങ്ങോട്ട് വരണമായിരുന്നല്ലോ. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ടീച്ചർ വന്നു കേട്ടോ. അതാണ് ഞങ്ങളുടെ ടീച്ചറെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് അടി തുടങ്ങി. അപ്പൊ ഇനി ഫുഡ് അടിച്ചിട്ട് കാണാം. ഓക്കെ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഗിഫ്റ്റ് എടുത്ത് കേട്ടോ. എന്നിട്ട് ഇത് മിസ്സിനോട് കൊടുക്കാൻ നമ്മൾ പോയായിരുന്നു. ഗിഫ്റ്റെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക. കാരണം എന്തോ ഒരു പ്രത്യേകത എനിക്ക് സ്റ്റേജിൽ ഇങ്ങോട്ട് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആ പാട്ടൊക്കെ ഇടുന്നവരുടെയൊക്കെ ഡെഡിക്കേഷൻ ഭയങ്കരമായിരുന്നു. അതെല്ലാം ഭയങ്കര രസമായിരുന്നു. പിന്നെ മിസ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ പിരിയാണ്. ഇനി നമ്മൾ നേരെ വണ്ടി ചങ്ങനാശ്ശേരിക്ക്. വണ്ടി കയറാനായിട്ട് അവിടെ എന്നപ്പോഴത്തേക്കാണ് ഈ കാഴ്ച കണ്ടത്. നല്ല രസമുണ്ടല്ലേ? ഓക്കെ ഗെയ്സ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ.